ഞാൻ ഈയിടെ കണ്ണൂരിലേക്ക് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ എന്നെ റെയിൽവേക്ക് കൂട്ടാൻ വന്നു 2 ചെറുപ്പക്കാർ. അതിലൊരു ചെറുപ്പക്കാരൻ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അവൻ രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റ് 3 ജുസ് ഖുർആൻ ഓതുമല്ലോ. സംസാര മധ്യവും പറഞ്ഞു പോയതാണ്. ഇയാളുടെ കൈയിടിച്ചൊന്ന് മുത്തണം തോന്നി തഹജ്ജുദിന് എഴുന്നേറ്റാൽ. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഞാൻ ശരിക്കും വെച്ചപ്പോ എന്നോട് പറഞ്ഞെന്താ അല്ലെങ്കിൽ ഉമ്മ സമ്മതിക്കൂല, ഉമ്മ ഉണ്ടാവും കൂടെ എന്നാണ്. അങ്ങനത്തെ ഉമ്മയാണ് ആ നാടിന്റെ ഐശ്വര്യം, കുടുംബത്തിന്റെ എന്നല്ലാട്ടാ, ആ നാടിന്റെ ഐശ്വര്യം. പക്ക നാടൻ പയ്യൻ. എന്നെ പോകാൻ കൂട്ടാൻ വന്നത് ഒരു കറുത്ത പാന്റും കറുത്ത ടീഷർട്ടും ഇട്ടിട്ടാണ്. തൊപ്പിയൊന്നുമില്ല, അത്യാവശ്യം നല്ല മുടിയൊക്കെ ഉണ്ട്. പക്ഷെ കോലം കെട്ട കാക്കക്കൂടുപോലത്തെ മുടിയൊന്നുമല്ല, മുടിയൊക്കെ ഉണ്ട്. അത് ചീകിയൊക്കെ വെച്ച് ഉഷാറുള്ളൊരു കുട്ടി. രാവിലെ എന്നും 3 ജുസ് ഖുർആൻ ഓതുന്ന പറഞ്ഞു. 10 ദിവസം കൊണ്ട് ഖത്തം, ഒരു മാസം കൊണ്ട് 3 ഖത്തം. വീട്ടിലൊക്കെ ഉള്ള മക്കളോടൊക്കെ ഒന്ന് അന്വേഷിക്കുക, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് റമദാനിന്റെ ഇടയ്ക്ക് 1 വട്ടം ഖത്തം തീർത്തോന്ന്. ഈ പയ്യന് ഖുർആൻ എടുത്തു ഓതാൻ വേണ്ടി സമയം ആവശ്യം വരുമ്പോ രാവിലെ എണീറ്റിട്ട് അതുവരെ വന്നത് പരിശോധിക്കാൻ സമയം കിട്ടൂല. ഇതാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറഞ്ഞ സാധനം അതാണ്. ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇതിൽ നിന്ന് മാറി നിൽക്കുക.